ഫാമിംഗ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ ഏറ്റവും പുതിയ ഒരു സംരംഭമാണ്. ആലപ്പുഴ ജില്ലയിൽ 5 IFCകളാണ് ആരംഭിക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത്. ഒരു IFCക്ക് 40 ലക്ഷം രൂപയാണ് അതിൻ്റെ ബഡ്ജറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ തുറവൂർ, മാരാരിക്കുളം നോർത്ത് എന്നീ 2 IFCകളാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി ലൈവ്ലിഹുഡ് സർവീസ് സെൻറ്റർ മാരാരിക്കുളം നോർത്ത് പഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അതിൻ്റെ ഡ്രയർ ഉപയോഗിച്ചുകൊണ്ട് ഏത്തപ്പഴം, അതുപോലെ പാവയ്ക്ക, അങ്ങനെ തുടങ്ങിയ എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും അടക്കമുള്ള സാധനങ്ങൾ ഉണക്കി പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുകയാണ് ഈ ലൈവ്ലിഹുഡ് സർവീസ് സെൻ്ററിലൂടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അവിടെ വരുന്ന നമ്മുടെ കൃഷിക്കാരായിട്ടുള്ള സംരംഭകരായിട്ടുള്ള ആളുകൾക്ക് അതിന് വേണ്ടുന്ന എല്ലാവിധ പരിശീലനങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കി കൊടുത്തുകൊണ്ട് അതിനാവശ്യമായ മെഷീനറികളടക്കം വാങ്ങി അവിടെ അവരെ പ്രവർത്തിപ്പിക്കുന്നതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പരിശീലനം നൽകിക്കൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. IFCയുടെ സീനിയർ CRP ആണ്. നമ്മുടെ IFC എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ, അതായത് സംയോജിത കാർഷിക ക്ലസ്റ്റർ എന്നാണ്. അപ്പോൾ ഇത് വനിതാ കർഷകർക്ക്, നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളായിട്ടുള്ള വനിതാ കർഷകർക്ക് വരുമാന മാർഗം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയൊരു പദ്ധതിയാണ് IFC. അത് നമ്മുടെ ആലപ്പുഴ ജില്ലാ മിഷൻ്റെ കീഴിൽ 5 IFC ആണുള്ളത്. അതിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ മാരാരിക്കുളം നോർത്ത് പഞ്ചായത്തിലാണ് ഈ IFCയുടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള കൂടുതൽ കൃഷി ഉള്ള കുറച്ച് വാർഡുകൾ സെലക്ട് ചെയ്തിട്ട് 250 കർഷകരെ, വനിതാ കർഷകരെ നമ്മൾ ഈ പദ്ധതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട കാർഷികപരമായിട്ടുള്ള പരിശീലനങ്ങൾ, വിത്ത്, വളം, ട്രെയിനിങ് ഒക്കെ നമ്മൾ ഇവിടുന്ന് നൽകുന്നതാണ്. ഈ കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ നമ്മൾ നൽകുന്നതിന് നമുക്കൊരു LSC ഉണ്ട്. അതാണ് ഈ കാണുന്ന ലൈവ്ലിഹുഡ് സർവീസ് സെൻ്റർ. എൻ്റെ പേര് ശരണ്യ, ഞാൻ IFC ആങ്കറാണ്. നമ്മൾ ഈ IFC പ്രോജക്റ്റ് തുടങ്ങിയിരിക്കുന്നത് തന്നെ നമ്മുടെ വനിതാ കർഷകർക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാന വർധനവിന് വേണ്ടിയിട്ടാണ്. LSC വഴി നമ്മൾ കർഷകർക്ക് വിത്ത് മുതൽ വിപണനം വരെയുള്ള എല്ലാ സാധ്യതകളും നമ്മളിവിടെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കർഷകർക്ക് ആവശ്യമായ വിത്തുകൾ, വളങ്ങൾ, മെഷീനറികളുടെ ഉപയോഗം, അതായത് ട്രാക്ടർ, ടില്ലർ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇപ്പം കർഷകർക്ക് എളുപ്പത്തിൽ വരുമാന വർധനവിന് വേണ്ടിയിട്ട് ഇപ്പം പൈസ കുറച്ച് എങ്ങനെ ഒരാൾക്ക് വരുമാനം ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം ഇതിപ്പം നമ്മുടെ ജില്ലാ മിഷന്റെ കീഴിൽ തന്നെ കർഷകർക്ക് മുട്ടക്കോഴിയും കൂടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഒരു പഞ്ചായത്തിൽ 20 കർഷകർക്ക് കൊടുത്തിട്ടുണ്ട്. ആ 20 കർഷകർക്ക് ചിലപ്പോൾ അധികമായിട്ട് മുട്ട കൂടുതലാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ LSCയിൽ വെച്ച് വിപണനം നടത്തുകയോ മൂല്യവർദ്ധിതമായിട്ട് എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം. മഞ്ഞളും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മഞ്ഞൾ പൊടിച്ച് ഉണക്കി പൊടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി പ്രൊഡ്യൂസർ ഗ്രൂപ്പ്, ഇവിടെ ഓൾറെഡി ഒരു പ്രൊഡ്യൂസർ ഗ്രൂപ്പ് ഉണ്ട് മഞ്ഞളിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അവരുടെ വിപണന സാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ LSC വഴി വിപണനം നടത്താൻ പറ്റും. അതിനാണ് നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ ആയിട്ട് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം പുതിയതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇവിടെ പഴമൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ അമിതമായിട്ട് ഇപ്പോൾ ഒരു കൊല ഒന്നിച്ച് ചിലപ്പോൾ ഒരു വീട്ടിൽ തീരണമെന്നില്ല. അതേസമയം അത് നമ്മൾ അരിഞ്ഞ് ഉണക്കി പാക്ക് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ ഈ ഡീഹൈഡ്രേറ്ററാണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന മെഷീൻ. അപ്പോൾ ഈ ഡീഹൈഡ്രേറ്ററിൽ നമ്മൾ ശരിക്കും വെള്ളം വലിച്ചെടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് വർഷങ്ങളോളം നമുക്കത് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ അരിയുന്ന മെഷീനാണ്. അതായത് നമുക്ക് എല്ലാ വെജിറ്റബിൾസ് അതുപോലെ എല്ലാ സാധനങ്ങളും നമുക്കിത് അരിയാനായിട്ട് പറ്റും. ഓരോന്നിനും ഓരോ ബ്ലേഡുകളാണുള്ളത്. എന്നാൽ നമ്മൾ ഇതിനിപ്പം ഇപ്പം നമ്മൾ കൈ വെച്ച് മാനുവലി ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഉണക്കണമെങ്കിൽ തന്നെ പല ഉണക്കുകളായി പോകും. അതായത് പല വലിപ്പത്തിലുള്ള സാധനങ്ങളാണെങ്കിൽ പല ഉണക്ക്, ഇപ്പം കുറേ സമയം ഒരെണ്ണത്തിന് പല സമയങ്ങളിലായിട്ട് ഉണക്കി സൂക്ഷിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സ്ലൈസറാണുള്ളത്. ആ സ്ലൈസറിൽ വെക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരേ കനത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ സെയിം സമയം കൊണ്ട് തന്നെ നമുക്കെല്ലാം ഉണക്കി സൂക്ഷിക്കാനായിട്ട് പറ്റും. ഈ സംവിധാനങ്ങളിലൂടെ കർഷകർക്ക് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടുകളും നൽകും, അവർക്ക് വിപണന സാധ്യതകൾ ഒരുക്കി കൊടുക്കലാണ് പ്രധാനമായും ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും മികച്ച ഒരു IFC ആണ് മാരാരിക്കുളം നോർത്ത് IFC എന്ന് പറയാൻ ഏറെ അഭിമാനമുണ്ട്. എന്തായാലും അവിടെ അതിൻ്റെ പ്രവർത്തകർക്ക്, അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പേർക്കും എല്ലാവിധ ആശംസകളും.